ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ തൻ്റെ MS പൂർത്തീകരിക്കുകയും അവിടെ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വിദ്യാസമ്പന്നനായ യുവാവായിരുന്നു ഇദ്ദേഹം. അതിനുശേഷം നമ്മുടെ ബാംഗ്ലൂരിലെ ഗ്ലോബൽ വില്ലേജിലെ മിൻട്രി എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസിൽ എംപ്ലോയി ആയിരുന്നു ഇദ്ദേഹം. അപ്പം സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ യുവാവിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഒരു ഫോറിൻ കൺട്രിയിൽ പോയി പഠിക്കുക, വർക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം അച്ചീവ് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല മറ്റൊരു കൺട്രിയിൽ പോയി പഠിക്കുക, അവിടെ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രത്തോളം എക്സ്പെൻസീവാണ്, എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമൊക്കെ. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇദ്ദേഹം നേടിയെടുത്തിരുന്നു. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള, അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിരുന്നു, ഒരു എഞ്ചിനീയർ ആയിരുന്നു ഈ യുവാവ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുവാവ് എങ്ങനെയാണ് ബാംഗ്ലൂരിലെ ഈ IT മേഖലയിലെ തെരുവുകളിൽ പിച്ചയെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ള കഥ തീർത്തും വേദനാജനകമാണ്. അദ്ദേഹം തന്നെ ആ കഥ വിവരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഇത്രയും അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. അദ്ദേഹത്തിൻ്റെ